അടുത്തേക്ക് വരും അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെന്ന് പറയാം, നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത് ഇന്നലെ? അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ കരുതുന്നത് ഈ ടൂ സ്ട്രോക്ക് വണ്ടി ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്ത് ഇത് കണക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാം, പിന്നെ ഒന്നും വലുതായിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാന്നൊക്കെ. അപ്പം നമ്മളിത് പറയുമ്പോൾ എല്ലാവരും കരുതുന്നതാണ് കേശവമാമനാണ്. സംഭവം കേശവമാമൻ എന്ന് പറയാൻ 70-70 വയസ്സായി, അല്ല 50-50 വയസ്സായില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നതിനകത്ത് വിരോധമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറയാൻ, നമ്മളൊക്കെ 70-ലുള്ള ഇപ്പം ഈ 70-ലുള്ളവരാകുമ്പോഴത്തേക്ക് നമ്മൾ കോളേജിലെത്തുന്ന സമയത്തൊക്കെ ടൂ സ്ട്രോക്ക് മാത്രമുള്ളൊരു സമയമായിരുന്നു. അന്ന് ഈ കാവസാക്കി RTZ യമായും സുസുക്കി ഷാവോലിനും ഷോഗണും ഒക്കെ ആയിട്ട് പിള്ളേരെല്ലാവരും ഇത് കണക്ക് വിലസി നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കോളേജിൽ പഠിച്ച് വന്നത് കൊണ്ട് തന്നെ ടൂ സ്ട്രോക്കിനെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ചു. അപ്പോൾ ആ സ്നേഹിച്ച് പോയതിൻ്റെ പുറത്താണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഉറക്കമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയാൻ, ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ട് സംശയമാണ്. ഇപ്പോൾ പല പാർട്ടുകളും കിട്ടുന്നില്ല, അതിനിപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചാത്തനാണ് കിട്ടുന്നത്, അതല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനമാണ് കിട്ടുന്നത് എന്നുള്ള ഒരു സംഭവം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രധാനമായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് തിരക്കുന്നൊരു കാര്യമാണ്, ഒരുപാട് പേര് തിരക്കിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഈ നമ്മുടെ ബോർ കിറ്റ്, അതായത് എൻജിൻ കിറ്റ് എന്നും സിലിണ്ടർ കിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് ഒറിജിനൽ കിട്ടാൻ വലിയ കിട്ടുന്നില്ല, ഒറിജിനൽ കിട്ടുന്നില്ല. 100-ൻ്റെത് വളരെ റെയറായിട്ട് പല സ്ഥലത്തും ഉണ്ട്, പക്ഷേ അത് കിട്ടാൻ പ്രയാസമാണ്. മാത്രമല്ല ഇപ്പോൾ 25,000 ചോദിക്കുന്നതും. 135-ൻ്റെ ആണെങ്കിൽ കിട്ടാനേ ഇല്ല. പിന്നെ ചാത്തൻ പല ഗ്രേഡിലുള്ളത് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 175 കിങ്ങിൻ്റെത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് മാർഗം? ഡയറക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ എന്താണ് മാർഗം? ഇപ്പോൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് ഫാക്ടറി മെയ്ഡായിട്ട് മേടിക്കുകയാണെങ്കിൽ, ഫാക്ടറി ഡയറക്റ്റ് മേടിക്കുമ്പോൾ വളരെയേറെ റേറ്റ് കുറച്ചിട്ട്, അതേസമയം അങ്ങനെ അല്ലാതെ മേടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് പോയിട്ട് നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അത് തന്നെ ഈ പറയുന്ന ചാത്തനെന്ന് പറഞ്ഞാൽ പോലും ഗോയൽസ് തൊട്ട് ഇങ്ങനെ താഴെ സാമ്പരയുള്ള അപ്പോൾ അതിൽ ഏതാണ് നല്ലത്, ഏതാണ് എന്താ മാർക്കറ്റ് വാല്യൂ എങ്ങനെയുണ്ട്, പെർഫോമൻസിൽ എങ്ങനെ ബാധിക്കുന്നു, മൈലേജിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാര്യം ഒരുപാട് പേര് ചോദിച്ച വിഷയമായത് ഈ ഒരു കാര്യത്തിന്. ഇപ്പം ഞാൻ ഇത് ഇപ്പോൾ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഇത് മാറി. അപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ബോർ കിറ്റ് ബോർ ചെയ്ത് ഫസ്റ്റ് സൈസും സെക്കൻഡ് സൈസും ഒക്കെ കഴിഞ്ഞിപ്പോൾ ഏകദേശം 1.5 mm കഴിഞ്ഞിട്ട് പിന്നീട് ബോർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, നമ്മളിപ്പോൾ സ്ലീവ് ചെയ്യേണ്ടി വരുന്ന ഒരു ആവശ്യകത നമ്മളിപ്പോൾ വർക്ക്ഷോപ്പ് മേശരിയോട് വന്ന് ഏത് വർക്ക്ഷോപ്പ് മേശരിയും പറയാം, അത് ഞാൻ സ്ലീവ് ചെയ്യിച്ച് തരാം, നമ്മൾ അറിയുന്ന ആളുണ്ട്, മറ്റതാണ് മറിച്ചാണ്, നമുക്ക് അവിടെ കൊണ്ടുപോയി സ്ലീവ് ചെയ്യാം, സാധനം തന്നിട്ട് പോയാൽ 8 രൂപ ചിലവ് വരും. എങ്ങനെയായാലും ഒരു അറൗണ്ട് 10,000 ചിലവ് വരുന്ന കാര്യം. ഈ ഒരു കാര്യത്തിനകത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത്, ആക്ച്വലി ഇവർ ഇവിടെ അടുത്ത ലൈറ്റിൽ തന്നെ കൊടുത്തിട്ട് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ പക്കായിട്ട് കോയമ്പത്തൂരും വളരെ കുറച്ച് പേര്, 1-2 പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്ന കണക്ക് ചെയ്യുന്നതും നല്ല രീതിയിൽ ചെയ്യുന്നത്. എന്നാൽ പോലും അവർ ടെക്നിക്കലി ഇല്ല പറഞ്ഞ കണക്ക് പോളിടെക്നിക്കൊന്നും അല്ലാത്തതുകൊണ്ട് എഞ്ചിൻ്റെ പ്രവർത്തന ശേഷിയൊക്കെ, പിന്നെ വണ്ടിയുടെ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് വണ്ടിയുടെ സൗണ്ട് വെച്ചൊക്കെ അവർ ക്ലിയർ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ടെക്നിക്കലി വളരെ പുറകിലാണ്. കാര്യമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ടെക്നിക്കലി പുറകിലാകാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, അതിനുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ ഇപ്പോൾ കമ്പനി ചെയ്യുന്നത് ബോർ കിറ്റാണെങ്കിലും എല്ലാം റോബോട്ടിക് ഹാൻഡ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും പെർഫെക്ഷൻ ഉള്ള റിഫൈൻഡ് ആയിട്ടുള്ള ബോർ കിറ്റൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സ്ലീവ് ഇറക്കി, സ്ലീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബോർ ചെയ്യാൻ പറ്റുന്നൊരു പരിധി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു നാഴി പോലെ ഒരു എക്സ്ട്രാ മെറ്റലിട്ട് ചെയ്തിറക്കിയാൽ എത്രയായാലും പെർഫോമൻസ് ഒരു 50% നോക്കിയാൽ മതി. കമ്പനിയുടെ ചെയ്യുന്നതിൻ്റെ ഒരു 50% എന്ന് പറയുമ്പോൾ വണ്ടിയുടെ
വണ്ടിയുടെ വലിവ് കുറയും, മൈലേജ് കുറയും, വണ്ടി യഥാർത്ഥത്തിൽ മെച്ചഡായിട്ട് വരും. പക്ഷെ നമ്മൾ ഒരു പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് സാധനം ബോർഗിറ്റോ മറ്റോ ഇടുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഏത് വർക്ക്ഷോപ്പുകാരും പറയും അതിടല്ലേ, അത് കംപ്ലൈൻറ്റാണ്. നിങ്ങൾ ഏത് വർക്ക്ഷോപ്പിലെ മേശരി എടുത്ത് വേണേലും ചോദിച്ചു കംപ്ലൈൻ്റ് ആണെന്നേ പറയൂ. പക്ഷേ ആ മേശരി എടുത്ത് പറയണം, മേശരി ഒരു കാര്യം ചെയ്യും, ഇത് ചെയ്തിട്ടുള്ള ഒരാളിനെ എനിക്കൊന്ന് പറഞ്ഞത്. പിന്നെ കണക്ക് ഒരാളിനെ മേശരിയുടെ കെയർ ഓഫിൽ ഇത് ചെയ്ത് ഈ പറഞ്ഞ കണക്ക് ഫസ്റ്റ് കോപ്പിയോ സെക്കൻഡ് കോപ്പിയോ ബോർഗിറ്റ് മാറി വണ്ടി ഉള്ള ഒരു വ്യക്തിയെ പറഞ്ഞാലത് തിരക്കട്ടെ. അപ്പോൾ പുള്ളിക്ക് പെർഫോമൻസ് എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ഒന്ന് തിരക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ പറയാം അതിപ്പോൾ ഓർമ്മയില്ല, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ നമ്പർ ഓർമ്മയില്ല, കണക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇവരാരും മാറിയിട്ടില്ല. നമ്മുടെ ഒട്ടുമിക്ക മേശരിമാർ ഇങ്ങനെ ഒരു സംഭവമേ മാറിയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഇവർ ഈ പറഞ്ഞ കണക്ക് 7-8 രൂപ മേടിച്ച് ലീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അടുത്ത കൊണ്ടുപോയി ഒരു ഉടായ്പ പരിപാടി ചെയ്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പക്കായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഓൺലൈനിൽ മേടിച്ചു, അത് ഫസ്റ്റ് കോപ്പിയാണ് മേടിച്ച്. ഇപ്പോൾ പ്യുവറായിട്ട് ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 175-ൻ്റെ അങ്ങനെ അല്ലെങ്കിൽ 125-ൻ്റെ 115-ൻ്റെ ഒക്കെ ഇറക്കുമതി ചെയ്യാം, നമുക്കിപ്പോൾ ഇമ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് സെയിൽ നടത്തുന്നവരുണ്ട്, പക്ഷേ കോസ്റ്റ്ലിയാണ്. അറൗണ്ട് 18,000 അല്ലെങ്കിൽ മോർ ദാൻ 18,000 ഇന്ത്യൻ മണി കൊടുക്കേണ്ടി വരുന്നു. ആ ഒരു വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോഴത്തേക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അത് ഇപ്പോൾ കിങ്ങിൻ്റെതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കിങ്ങിൻ്റെ റിങ് ബോർഗിറ്റ് ഉപയോഗിക്കുമ്പോൾ കിങ്ങിന് അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ വയറിങ്ങിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഓയിൽ, മാഗ്നറ്റ് പ്ലേറ്റ് മാറണം, RR യൂണിറ്റ് മാറണം, അങ്ങനെ പലതും മാറേണ്ടി വരും. ഇതിനകത്ത് ഇതൊന്നും വേണ്ട തന്നെ നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗോൾസിൻ്റെ ആയാലും അതല്ലാതെയൊക്കെ ഈ ടോളറസ് ഇപ്പോൾ ഞാൻ മേടിച്ചത് വെറും 6,000 രൂപയ്ക്കാണ്. 7,000 രൂപ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റെഡി ക്യാഷ് അയക്കുമ്പോഴത്തേക്ക് 6,000 രൂപയ്ക്ക് കിട്ടും. പക്ഷേ അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഡെഫിനിഷൻ എഴുതി വിടാനുള്ളതിനകത്ത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വിടാനുള്ളതിനകത്ത് കാണിക്കണം, പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് റിട്ടേൺ ചെയ്യണം. എനിക്ക് കിട്ടിയതിനകത്ത് കണ്ടതാ ഇത് കണ്ടോ, ഈ ഒരു സംഭവം 2 ഫിൻ ലീഫ് പൊട്ടിയാണ് കിട്ടിയത്. അതെന്ന് പറഞ്ഞാൽ പൊട്ടിയതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ പാക്ക് ചെയ്തിരുന്നത് കറക്റ്റായിട്ടല്ല, അതേപോലെ കൊറിയറുകാർ ഹാൻഡിൽ ചെയ്യുന്നതും കറക്റ്റായിട്ടല്ല. ആ ഒരു വിഷയമുണ്ട്. അപ്പോൾ ആ ഇതിനകത്ത് അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമുക്കെന്ത് പറ്റിയ 2 പൊട്ടി. അത് ഇതൊക്കെ നോ പ്രോബ്ലം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ, ഹാൻഡിൽ ചെയ്യാം. അത് ഇപ്പോൾ ഹീറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണ് ഫിൻ ലീഫെങ്കിൽ പോലും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും അത് ഞാൻ ഫിറ്റ് ചെയ്തു. എനിക്ക് പറയാമല്ലോ പക്കയായിട്ടുള്ള മാറ്റമാണ് വന്നത്. പിന്നെ ഒരുപാട് അതിനോടുള്ള അനുബന്ധമായിട്ട് മാറേണ്ട ആവശ്യകതയൊന്നും വന്നില്ല. ഇപ്പോൾ അങ്ങനെ മാഗ്നറ്റോ അല്ലെങ്കിൽ മറ്റ് കോയിലുകളോ മറ്റ് ഇലക്ട്രിക്കൽസോ ഒന്നും മാറേണ്ട ആവശ്യകതയൊന്നും വന്നില്ല. പിന്നെ ഞാൻ കാർബറേറ്റർ മാറേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇരുന്ന കാർബറേറ്റർ എന്ന് പറയുന്നത് അത്ര പോരായിരുന്നു. അപ്പോൾ ആ കാർബറേറ്റർ നേരത്തെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതങ്ങ് മാറണമെന്ന് വിചാരിച്ച് കിങ്ങിന് വീട്. അതും ഇപ്പോൾ കിട്ടുന്ന കോപ്പിയാണ്. അതും ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി എന്നും പറഞ്ഞ് പല ഗ്രേഡിലുള്ളതുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് കോപ്പി തന്നെ ഇപ്പോൾ RT350യുടെ ഹാൻഡിൽ കിട്ടണമെങ്കിൽ കിട്ടത്തില്ല, മാനുഫാക്ചറിങ് ഇല്ല. പക്ഷേ ഫസ്റ്റ് ഗ്രേഡ് സാധനം ഫസ്റ്റ് കോപ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ പൈസ അധികം കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് നല്ല ഉഗ്രം പെർഫോമൻസ് ആണ്. പിന്നെ നമുക്കൊരു 1000 കിലോമീറ്ററെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു 40-45 കിലോമീറ്റർ സ്പീഡിലേ പോകാം. അത് ട്രീറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. കാര്യം രണ്ടും 2 മെറ്റലാണ്. ബോർഗിറ്റിൻ്റെ ഒന്നാണ് ഒരു മെറ്റല്, മിസ്റ്റർ റിങ്സിൻ്റെ മെറ്റൽ കോമ്പിനേഷനകത്ത് വ്യത്യാസം കാണും. അപ്പോൾ അത് ട്രീറ്റഡായിട്ട് വരണമെങ്കിൽ ഇത്ര ഡിഗ്രി ചൂടിൽ ഇത്ര കിലോമീറ്റർ വർക്ക് ചെയ്യണം. പണ്ടത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റണം. പിന്നെ മെറ്റഡോറഞ്ചി കയറ്റുന്നതും ഒക്കെ രാത്രി കട്ട് ചെയ്തിട്ടിരുന്ന് തണുക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ വെള്ളത്തിൽ ഓസ് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യും. ഇപ്പോഴത്തെ വണ്ടിയൊക്കെ ട്രീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. കാര്യം ഓൾറെഡി ഫാക്ടറിയിൽ തന്നെ റോബോട്ട്
റോബോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഇത്രായിരം കിലോമീറ്ററിൻ്റെ അത് അവർ അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ട്രീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ. അതുകൊണ്ട് വണ്ടി ഇറക്കി നമ്മൾ പതുക്കെ ഓടിക്കേണ്ട കാര്യം അതൊന്നും ഇല്ല. നേരിട്ട് അങ്ങ് നല്ല സ്പീഡിൽ ഓടിക്കുക. ഇത് അതേസമയം നമ്മളൊരു 40-45 കിലോമീറ്റർ സ്പീഡിൽ ഒരു 1000-1500 കിലോമീറ്റർ വരെ ഓടിയാൽ നമുക്ക് നല്ല മൈലേജും ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടും, പെർഫോമൻസ് കൂടുതൽ കിട്ടും. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ നോക്കിയിട്ട് ഞാൻ ഈ ആട്ടോയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൊണ്ട് നല്ല ഏകദേശം ഒരു ആൽമോസ്റ്റ് 90% ഐ ആം ടെല്ലിങ് ദ ഫാക്ട്, ആൽമോസ്റ്റ് 90% നമുക്കൊരു ഷോറൂമിൽ നിന്നൊരു വണ്ടി ഇറക്കുന്നതിൻ്റെ തന്നെ കാര്യം. നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ജനറേഷൻ അങ്ങനെ ആയിരുന്നു. ഷോറൂമിൽ നിന്ന് വണ്ടി ഡയറക്റ്റ് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ അടി കൂടിയിട്ടാണെങ്കിൽ നമ്മൾ വലിയ താമസിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എഴുതാറുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു പെർഫോമൻസ് ലെവലിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ ഒരു 8 ഔട്ട് ഓഫ് 10 അല്ലെങ്കിൽ 8.5 ഔട്ട് ഓഫ് 10 പെർഫോമൻസിലുള്ള രീതിയിൽ നമുക്ക് സംഭവം കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളോടെല്ലാം എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിവതും ഈ പറഞ്ഞ കണക്ക് സ്ലീവ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ബോറ് തന്നെ ഒരു 1.25 മുകളിലേക്ക് ചെയ്യാതിരിക്കുക. ബോറ് അതിനെക്കാട്ടിയൊക്കെ നല്ലത് ആ ഒരു പൈസയ്ക്ക് നമ്മൾ അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമ്മളൊരു ഇത്തിരി കഷ്ടപ്പെട്ടാൽ ആ ഒരു പൈസയ്ക്ക് നമുക്ക് പുതിയ കിറ്റ് പിസ്റ്റൺ അടക്കം കിട്ടും. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന പിസ്റ്റൺ അത്ര പോരാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് മാറിയിട്ട് വളരെ നല്ല പിസ്റ്റൺ മേടിച്ച് ഇടാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡേർഡ് പിസ്റ്റൺ. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെ നമുക്ക് പുതിയ കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.